നമസ്കാരം. വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മളൊരു സിമ്പിൾ ഷോപ്പീസ് ആണ് ചെയ്യുന്നത്. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനും റൂം ഡെക്കറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. ഇതിന് നമ്മൾ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ക്ലോക്കിൻ്റെ പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ റെഡ് കളർ പെയിൻറ്റ് ചെയ്യണം. നല്ല വൃത്തിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിത് ബേസ് കോട്ട് പോലെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരും. അപ്പോൾ ജസ്റ്റ് ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റെഡ് കൊടുക്കുന്നത്. വലിയ പീസിൽ റെഡ് കളർ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ പീസിന് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വൈറ്റ് ഫ്ലവേഴ്സാണ് വരാനുള്ളത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. 8 സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ പീസാണിത്. ആദ്യം ഇതിൻ്റെ 4 സൈഡും ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യണം, സെൻറ്റർ വരെ. കൈയെടുക്കാതെ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് ഫോൾഡ് ചെയ്ത് തുടങ്ങണം. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ലെയറൊന്നും നോക്കാതെ കംപ്ലീറ്റ് ആയിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒട്ടിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ലെയർ ആക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിവിടെ ഫെവിക്കോൾ തേക്കാം. എന്നിട്ട് പതുക്കെ ലൂസാക്കി ഇത് അറേഞ്ച് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. വലിയ സൈസിലുള്ള ഫ്ലവർ വേണമെങ്കിൽ കുറച്ചുകൂടി വിടർത്തിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ റെഡ് കളറിലും വൈറ്റ് കളറിലും കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് വീഡിയോയിൽ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽന സജി, ദേവിക എം മധു, ബിൽനക്കും ദേവികക്കും ഒരു ബിഗ് ഹായ്. ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ 2 ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനൊരു കുഞ്ഞ് സ്റ്റാൻഡ് വേണം. അതിനായിട്ട് ഞാൻ പഴയൊരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നല്ലൊരു ഗോൾഡൻ കളർ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ കളറൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിൽ പപ്പടക്കോല് വെച്ചിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. ഇങ്ങനെ മാത്രം വെച്ചാൽ നിൽക്കില്ല. അപ്പം ഫെവി ബോണ്ട് കൂടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ അത് നല്ലോണം നിൽക്കുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഷോപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഈ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് ഈ സീരീസിലെ 3rd വീഡിയോയിൽ കാണാം.